ഹലോ വെൽക്കം ടു എജുപോട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ +1 എക്സാമിന് വേണ്ടിയിട്ട് ഓരോരോ ചാപ്റ്റേഴ്സായിട്ട് പഠിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ദോഹ എന്ന് പറയുന്നത്. കബീർ ദാസിൻ്റെ കുറച്ച് ദോഹകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് ആനുകാലിക പ്രസക്തി ഉള്ളതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അല്ലേ കബീർ ദാസ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ദോഹകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ദോഹകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കബീർ ദാസിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കോളൂ. കബീർ ദാസ് जन्म 1398 ईस्वी काशी में है, मृत्यु 1518 ईस्वी मगहर में. ഇതൊക്കെ ഒരു എക്സാക്റ്റ് അല്ല, ഒരു ഏകദേശം ആണ് പറയുന്നത്. ഏത് വർഷമാണ് എപ്പോഴാണെന്നുള്ളതൊന്നും എക്സാക്റ്റ് ആയിട്ട് ആർക്കും അറിയില്ല. ജനിച്ചത് കാശിയിലാണ്, മരിച്ചത് മഗഹറിലാന്ന് പറയുന്നു. പ്രമുഖമായിട്ടുള്ള രചനകൾ ഭീജക് സാക്കി സബദ് രമായിനിയാണ്. ഭീജക് സാക്കി സബദ് രമായിനി. അപ്പോൾ ഈ ദോഹ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ദോഹ നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കണം. അതിന് മുന്നേ ആയിട്ട് കബീർ ദാസിനെ കുറിച്ച് ഒരു 3-4 സെൻറ്റൻസുകൾ എഴുതാനായിട്ട് എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കബീർ ദാസിൻ്റെ കുറച്ച് ദോഹകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദോഹയിലേക്ക് വരാം. അപ്പോൾ നോക്കിക്കോളൂ. बुरा जो देखन में चला, बुरा न मिलिया कोई, जो दिल खोजो आपना, मुझसा बुरा न कोई. നമ്മുടെ ആദ്യത്തെ ദോഹയാണ്. ബുരാ ജോ ദേഖൻ മേ ചല, ഞാൻ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നടന്നു എന്നാണ് പറയുന്നത് അല്ലേ. ബുരാ എന്ന് പറഞ്ഞാൽ എന്താ, മോശം കാര്യങ്ങൾ, കുറ്റങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ ബുരാ കാര്യങ്ങൾ, ബുരാ ജോ ദേഖന മേ ഗയ, ദേഖന കാണുക അല്ലെങ്കിൽ നോക്കുക. അപ്പോൾ മോശം കാര്യങ്ങൾ കണ്ടുപിടിക്കാനല്ലേ, മോശം കാര്യങ്ങൾ തിരഞ്ഞുകൊണ്ട് ഞാൻ നടന്നു അല്ലേ. ചല ബുരാന മിലിയാ കോയി, പക്ഷേ എനിക്ക് മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ കുറ്റങ്ങളൊന്നും എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ജോ ദിൽ ഖോജോ ആപ്ന മുജ്സാ ബുരാന കോയി, ഞാൻ എൻ്റെ ഹൃദയത്തിലോട്ട് നോക്കിയ സമയത്ത് എന്നെക്കാളും മോശക്കാരനായിട്ട് വേറെ ആരും ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുകയാണ് എന്നാണ് നമ്മുടെ ആദ്യത്തെ ദോഹയിൽ പറയുന്നത്. ബുരാ ജോ ദേഖൻ മേ ചലാ, ബുരാന മിലിയാ കോയി, ജോ ദിൽ ഖോജോ ആപ്ന മുജ്സാ ബുരാന കോയി, ഞാൻ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നടന്നു, എനിക്ക് കുറ്റങ്ങളെ കണ്ടെത്താൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ എന്നേക്കാൾ കുറ്റക്കാരനായിട്ട് അല്ലെങ്കിൽ മോശക്കാരനായിട്ട് മറ്റാരും ഇല്ലെന്ന് ഞാൻ കണ്ടു എന്നാണ് ഈ ഒരു ദോഹയിൽ വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഈ ദോഹയുടെ ഭാവാർത്ഥം എന്ന് പറയുന്നത്, എന്താണ് ദോഹയുടെ ഭാവാർത്ഥം എന്ന് പറയുന്നത്? ഒരിക്കലും നമ്മൾ നമ്മുടെ കുറ്റങ്ങളോ കുറവുകളൊന്നും ഒരിക്കലും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത്. നമ്മൾ എപ്പോഴും വേറെയുള്ള ആളുകളുടെ, മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് നമ്മളെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക, നമ്മുടെ കുറ്റങ്ങൾ മനസ്സിലാക്കുക, അതിൽ ഡെവലപ്പ് ആവാനായിട്ട് നോക്കുക, അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നോക്കുക. അല്ലാതെ ബാക്കിയുള്ള ആളുകളുടെ കുറ്റങ്ങളും മോശങ്ങളും തിരഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ നടക്കരുത് എന്നാണ് കബീർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കോളൂ. ഭാവാർത്ഥ എഴുതുന്ന സമയത്തും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദോഹ 1-2 ലൈനല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദോഹ അതുപോലെ ഒന്ന് ആൻസർ ഷീറ്റിലേക്ക് എഴുതുക, അതിനുശേഷം എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, കുറച്ചൊരു ചെറിയ രീതിയിൽ കുഞ്ഞു ടിപ്പല്ലേ ആവും, കുഴപ്പമില്ലല്ലോ. 2 ലൈൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത് ആൻസർ ഷീറ്റിലേക്ക് എഴുതുന്നു. എഴുതിയതിന് ശേഷം ഭാവാർത്ഥം എന്ന് കൊടുത്തുകൊണ്ട് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മുടെ ഈ ദോഹ എഴുതിയിട്ടുള്ള കബീർ ദാസിനെ കുറിച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ കബീറിനെ കുറിച്ച് 1-2 സെൻറ്റൻസ് എഴുതാനായിട്ട് എല്ലാവരും പഠിക്കുക. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ, അതായത് ദോഹകളുടെ വിശേഷതകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 2-3 സെൻറ്റൻസ് പഠിച്ചു വയ്ക്കുക. എന്നിട്ട് അത് ഇൻട്രൊഡക്ഷനായിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതുക. അതിനുശേഷം കബീർ ദാസ് कहते हैं कि जब मैं दूसरे व्यक्तियों में बुराई ढूंढने निकला तो कोई की बुरे व्यक्ति को नहीं मिला. ഞാൻ ബാക്കിയുള്ള ദൂസരെ വ്യക്തിയോക്ക് അല്ലെ, മറ്റുള്ള ആളുകളുടെ ബുരായി, മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ തിരഞ്ഞു നടക്കാനായിട്ട് നോക്കിയ സമയത്ത് ബുരേ വ്യക്തിക്കോ നഹി മില, എനിക്ക് മോശമായിട്ടുള്ള ആരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ജബ് മേ അപ്നെ ദിൽ മേ ഖോജ, ഞാൻ എപ്പോഴാണ് എൻ്റെ ഉള്ളിലേക്ക് തിരഞ്ഞത്, തബ് പതാ ചലാ കി മുജ്സാ ബുരാ കോയി നഹി, ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയ സമയത്ത് എന്നേക്കാളും മോശക്കാരനായിട്ട് അല്ലെങ്കിൽ കുറ്റക്കാരനായിട്ട് എനിക്ക് ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. प्रस्तुत दोहे में कबीर दास एक बड़े तत्व की ओर इशारा करते हैं कि दूसरों की बुराइयां ढूंढने के पहले हम में जो बुराइयां है उनको सुधारना चाहिए. അപ്പോൾ നമ്മളോട് പറയാണ്, വലിയൊരു ആശയമാണ് തരുന്നത്. നമ്മൾ ബാക്കിയുള്ള ആളുകളുടെ
കുറ്റങ്ങളോ കുറവുകളോ തിരഞ്ഞു പോവാതെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, എന്നിട്ട് നമ്മളുടെ മോശം കാര്യങ്ങളൊക്കെ ഒന്ന് സുധാരണയ്ക്ക് ലിയ അതൊന്ന് മെച്ചപ്പെട്ടതാക്കാനായിട്ട് പരിശ്രമിക്കാനാണ് കബീർ ദാസ് ഈ ഒരു ദോഹയിലൂടെ പറഞ്ഞിട്ടുള്ളത്. ബുരാജോ ദേഖനമേ ചലാ ബുരാന മിലിയ കോയി ജോ ദിൽ ഖോജോ ആപ്ന മുത്സാ ബുരാന കോയി എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ദോഹ. ഓക്കെ, ഇനി രണ്ടാമത്തത് നോക്കാം അല്ലേ. നോക്കിക്കോളൂ. ലഘുതാ സെ പ്രബുധാ മിലേ പ്രബുധാ സെ പ്രഭു ധൂരി ചീണ്ടിയിലെ ശക്കർ ചലി ഹാത്തീസ് കെ സിർ ധൂരി. അപ്പം എന്താ പറയുന്നത്? ലഘുത എന്ന് പറഞ്ഞാൽ വിനയമാണ്. വിനയത്തിലാണ് ദൈവികത ഉള്ളത്. അഹങ്കാരത്തിൽ നിന്ന് ദൈവം ദൂരെ നിൽക്കും. നമ്മൾ അഹങ്കരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഉറുമ്പുകൾ മധുരം കണ്ടാൽ അത് കൊണ്ടുപോകും അല്ലേ? ഉറുമ്പുകളും ഒരു മധുരത്തിൻ്റെ ഒരൊറ്റ കണിക മതി, അതും കൊണ്ട് വെയിറ്റും താങ്ങി അത് പോകുന്നത് കണ്ടിട്ടില്ലേ? ആനയാണെങ്കിലോ എന്താ, തലയിൽ പൊടിയും കൊണ്ട് ഇങ്ങനെ നടക്കും. ആനയ്ക്ക് ആനയുടെ വലുപ്പത്തിൻ്റെ മഹാത്മ്യം അറിയോ? അറിയില്ല. പക്ഷെ ഉറുമ്പ്, ആ കുഞ്ഞുറുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ഒരൊറ്റ തരി പഞ്ചസാരയാണെങ്കിൽ പോലും അത് ഇങ്ങനെ ശേഖരിച്ച് കൊണ്ടുവന്ന് കണ്ടൂടെ? നോക്കിക്കോളൂ. കബീർ കഹത്തെ ഹേ കി ലഘുതാ സെ പ്രഭുതാ മിൽത്താ ഹെ. കബീർ പറയാണ് വിനമ്രദാസെ, നമ്മൾ വളരെ വിനയത്തോടു കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് ദൈവത്തിനെ കിട്ടുള്ളൂ അല്ലേ? അഹങ്കാരത്തോടു കൂടി നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അഹങ്കരിക്കുന്ന ആളുകളിൽ നിന്ന് ദൈവം എപ്പോഴും ദൂരെയാണെന്നാണ് പറയുന്നത്. ജഹാ പ്രഭുതാ കാ ദോ അർത്ത് ഹെ ഹാത്തി ബടാ ഹെ. ആന വലുതാണ്. ഫിർ ബി സിർ പർ ധൂൽ ഹമേഷ ഡാൽത്താ ഹെ. ആനയുടെ തല നിറയെ എപ്പോഴും പൊടിയാണെന്നാണ് പറയുന്നത്. ഹാത്തി അഹങ്കാർ കാ പ്രതീക് ഹെ. ആന എന്ന് പറയുന്നത് എന്താണ്? അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ്. പക്ഷേ ചീണ്ടി ചോട്ടെ ഹോക്കർ ബി ശക്കർ യാനി മധുർ ലേക്കർ ചൽത്താ ഹെ. ആന എന്താണ്? ഉറുമ്പ് ചെറുതാണെങ്കിലും എന്താ കൊണ്ട് നടക്കുന്നത്? പഞ്ചസാര കണികയും കൊണ്ട് ഇങ്ങനെ പോകുന്നത് കാണാം അല്ലേ? ചീണ്ടി സാന്ധകി യാ വിനമ്രതാ കാ പ്രതീക് ഹെ. ചീണ്ടി, നമ്മുടെ ഉറുമ്പ് എന്ന് പറയുന്നത് സിംപ്ലിസിറ്റിയുടെ അതുപോലെ തന്നെ വിനയത്തിൻ്റെ പ്രതീകമാണ്. സ്വയം കോ വിനം ഓർ ലഘു ബനാക്കർ. നമ്മളെപ്പോഴും ഞാൻ വലിയ ആളാണ്, ഞാൻ ഭയങ്കര അടിപൊളിയാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണെന്നൊന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളെപ്പോഴും വിനയത്തോടു കൂടി വളരെ നല്ല രീതിയിൽ അല്ലേ, ഭയങ്കര വിനയത്തോടു കൂടി നിൽക്കുകയാണ്, ഭയങ്കര സിമ്പിളായിട്ട് സിംപ്ലിസിറ്റിയോട് കൂടി ലാളിത്യത്തോടു കൂടി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആരാണോ അഹങ്കരിക്കുന്നത്, ആരാണോ അഹങ്കാരത്തോടു കൂടി ജീവിക്കുന്നത്, അവരുടെ കൂടെ ദൈവം ഉണ്ടാവില്ല. അവരിൽ നിന്ന് ദൈവം എത്രയോ ദൂരെയാണ്, ഒരുപാട് ദൂരത്തിലാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളോട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സിമ്പിളായിട്ട് സാദ്ഗിക്ക് സാത്ത്, അതുപോലെ തന്നെ വിനമ്രതാക്ക് സാത്ത്, വിനയത്തോടു കൂടി വളരെ സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കബീർ ഈ ഒരു ദോഹയിലൂടെ പറയുന്നത്. ഓക്കെ, ലഘുധാ സെ പ്രബുധാ മിലേ പ്രബുധാ സെ പ്രഭു ധൂരി ചീട്ടിയിലെ ശക്കർ ചലി ഹാത്തി കെ സിർ ധൂരി. ക്ലിയർ ആണോ? യെസ്. ഇനി നമ്മുടെ തേർഡ് ദോഹയാണ്. ദുഃഖമേ സുമിരൻ സബ് കരേ സുഗുമേ കരേ ന കോയി ജോ സുഗുമേ സുമിരൻ കരേ തോ ദുഃഖ് കാഹേ ഹോയി. അപ്പം നമ്മളോട് പറയാണ് അല്ലേ, സുഖമേ ദുഃഖമേ സുമിരൻ സബ് കരേ. ദുഃഖത്തിൽ നമ്മളെല്ലാവരും ആരാ ആലോചിക്കലുണ്ട്? ദൈവത്തിനെ ആലോചിക്കലുണ്ട് അല്ലേ? നമുക്കിനി ഭയങ്കര ദുഃഖം അങ്ങനെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ദൈവമേ നീ എനിക്ക് ഇത്രയും ദുഃഖം തന്നല്ലോ, നീ എനിക്ക് ഇത്രയും അവസ്ഥ തന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ദൈവത്തിന് പഴിക്കാറുണ്ട്. ദൈവത്തിന് നമ്മൾ ആ ഒരു സമയത്ത് ആലോചിക്കാറുണ്ട്, ദുഃഖം വരുന്ന സമയത്ത്. സുഖമേ കരേന കോയി. പക്ഷെ നമ്മൾ നല്ല ഹാപ്പിയാണ്, നമ്മുടെ ലൈഫിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഹാപ്പനിങ്സ് ഒക്കെ നടക്കുന്നു, അടിപൊളിയായിട്ട് പോവുകയാണ്, സുഖമുണ്ട്, സന്തോഷമുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ദൈവത്തെ ആലോചിക്കാറുണ്ടോ? ആലോചിക്കാറില്ല അല്ലേ? നമ്മൾ സുഖത്തിൽ ഒരിക്കലും ദൈവത്തെ ആലോചിക്കാറില്ല. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സുഖം തന്നല്ലോ, എനിക്ക് ഇത്രയും ഹാപ്പിനെസ് തന്നല്ലോ എന്ന് ആലോചിച്ച് നമ്മളെപ്പോഴും താങ്ക്ഫുൾ ആവാറുണ്ടോ? മെജോറിറ്റി ആളുകളും ഇല്ല അല്ലേ? അപ്പം അതന്നെയാണ് പറയുന്നത്, നമ്മളെപ്പോഴും ദുഃഖം ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ദുഃഖം ദൈവമാണ് നമുക്ക് ദുഃഖം തന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ദൈവത്തെ പഴിക്കാറുണ്ട്. പക്ഷേ നമ്മൾ സുഖം ഉണ്ടാകുന്ന സമയത്ത് ഇത്രയും സുഖം നീ തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? താങ്ക്ഫുൾ ആവാറുണ്ടോ? ഇല്ല എന്ന് പറയുന്നുണ്ട്. ജോ സുഖമേ സുമിരൻ കരേങ്കി. ആരാണോ സുഖത്തിലും ദൈവത്തിനെ ആലോചിക്കുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കോളൂ എന്താ പറഞ്ഞത് കബീർദാസ്. കബീർ കഹത്തെ ഹേ കി ദുഃഖ് മേ ഹം സബ് ഈശ്വർ കാ സ്മരൺ കർത്തേ ഹേ. നമ്മളെ
എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ദുഃഖത്തിൽ ദൈവത്തിനെ ആലോചിക്കാറുണ്ട് അല്ലേ? ദുഃഖമേ ഹം സബ്, നമ്മളെല്ലാവരും ദൈവത്തെ ആലോചിക്കാറുണ്ട്. ലേക്കിൻ സുഖ് കെ അവസർ മേ ഈശ്വർ കാ സ്മരൺ കർത്തേ ഹേ തോ, നമ്മൾ പക്ഷേ നമ്മളോട് പറയാണ്, നമ്മൾ സുഖം ഉണ്ടാവുന്ന സമയത്ത്, നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത്, നമ്മുടെ ലൈഫ് അടിപൊളിയായി പോകുന്ന സമയങ്ങളിൽ, ആ സമയത്ത് നമ്മൾ ദൈവത്തിനെ ആലോചിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉൻകോ ദുഃഖ് കേസേ ഹോഗ, അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ദുഃഖം ഉണ്ടാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സുഖത്തിൽ നമ്മൾ ദൈവത്തിനെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അർത്ഥാത് ഹർ പൽ കോയി ബി ഈശ്വർ കാ സ്മരൺ നഹി കർത്താ ഹെ, നമ്മൾ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, നമ്മൾ ആരും സുഖമുണ്ടാകുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ ആലോചിക്കുന്നില്ല. കവി പൂछते हैं कि जो लोग सुख में ഈശ്വർ സ്മരൺ മേ രഹനെ വാലോം കോ ദുഃഖ് കബി നഹി ഹോത്ത, നമ്മളോട് പറയാണ്, ജോ ലോഗ് സുഖ് മേ ഹമേശ ഈശ്വർ കാ സ്മരൺ കർത്തേ ഹെ, ആരാണോ സുഖത്തിലും ദൈവത്തെ ആലോചിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ജീവിതത്തിൽ എന്തുണ്ടാവില്ല? ദുഃഖം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. യഹാ ജീവൻ മേ ഈശ്വർ സ്മരൺ കി ജറൂരത്ത് കവി ഹമേ സിഖാത്തേ ഹെ, നമ്മൾ ദൈവത്തിനെ സ്മരിക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ദോഹയിൽ പറഞ്ഞിട്ടുള്ളത്. സുഖ और दुख में भी ഈശ്വർ കാ സ്മരൺ കർണ ചാഹിയെ, നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും ദൈവത്തെ ആലോചിക്കണം എന്നുകൂടെ പറയുന്നുണ്ട്. ഓക്കെ, യെസ്, ക്ലിയർ. അടുത്ത നോക്കിക്കോളൂ. കാമി ക്രോധി ലാലച്ചി ഇൻത്തെ ഭക്തി ന ഹോയ്, ഭക്തി കരൈ കോയി ശർമ ജാതി ബർൻ കുലുഖ് ഹോയ്. കാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോശം സ്വഭാവക്കാരൻ അല്ലേ, ദുസ്വഭാവക്കാരൻ. ക്രോധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോപിഷ്ഠനായിട്ടുള്ള ആള്, ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള ആള്. ലാലച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതിയൻ, ആർത്തിയുള്ള ആൾ എന്നൊക്കെ നമുക്ക് പറയാം. ഇൻത്തെ ഭക്തിന ഹോയ്, അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉള്ള ആളുകൾ ഭക്തരാണ് നമുക്ക് പറയാൻ പറ്റൂല അല്ലെ. കോപമുള്ള ആളുകൾ അല്ലെ, കോപിഷ്ഠരായിട്ടുള്ള ദേഷ്യം പിടിക്കുന്ന ആളുകൾ, അതുപോലെ മോശ സ്വഭാവക്കാരായിട്ടുള്ള ആളുകൾ, ദുസ്വഭാവമുള്ള ആളുകൾ, അതുപോലെ ആർത്തിയും കൊതിയും ഒക്കെയുള്ള ആളുകൾ ഒരിക്കലും നല്ല ഭക്തന്മാരല്ല എന്ന് പറയുന്നുണ്ട്. ഭക്തി കരേ കോയി ശർമ ജാതി ബർൻ കുലുഖ് ഹോയ്, ഭക്തിയിൽ ഒന്നുമില്ല അല്ലെ, നമുക്ക് ഒരു ഫീലിങ്സും അല്ല, ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. ഈ പറയുന്ന ജാതി, നിറം, കുലം അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന, ദൈവത്തെ സ്മരിക്കുന്ന ആളുകളെയാണ് നമ്മൾ നല്ല ഭക്തരെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളാണ് യഥാർത്ഥ ഭക്തി ഉണ്ടാവുക. എന്തുണ്ടാവുക? ജാതിയോ മതമോ കുലമോ ഒന്നും നോക്കാതെ അതിനെ മനസ്സിലാക്കുന്ന ആളുകളാണ് യഥാർത്ഥ ഭക്തരെന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്നവരിലാണ് യഥാർത്ഥ ഭക്തി വളരുക എന്നാണ് കബീർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. കബീർ ദാസ് कहते हैं कि കാമി ക്രോധി और लालची ऐसे വ്യക്തിയോ സേ ഭക്തി നഹി ഹോ പാത്തി. ഈ പറയുന്ന ദുസ്വഭാവക്കാരാണെങ്കിലും, അതുപോലെ ദേഷ്യക്കാരാണെങ്കിലും, അതുപോലെ ആർത്തിയുള്ള ആളുകളാണെങ്കിലും, ഇങ്ങനെയുള്ള വ്യക്തികൾ ആരും തന്നെ നല്ല ഭക്തിയുള്ളവരല്ല. ഭക്തി തോ കോയി സുർമാഹി കർ സക്താ ഹെ ജോ അപ്നി ജാതി കുൽ വർണ്ണ ആദി കാ പർവാഹ് നഹി കർത്താ ഹെ. ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഭക്തി എവിടെയാണ് വളരുക? അവിടെ മനുഷ്യന്റെ നിറമോ ജാതിയോ ഗുണമോ ഒന്നും നോക്കാതെ അവിടെ ചിന്തിക്കുന്ന സമയത്താണ് അവിടെ ഭക്തി ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ശൂർ വ്യക്തി കിസി തരഹ കാ കോയി ഭേദഭാവ് നഹി രഖ്താ ഹെ. ശൂരരായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയുകയാണ്, നമ്മളെപ്പോഴും നല്ല ചിന്തയോടുകൂടി, നല്ല സൗമ്യത്തോടുകൂടി, സിമ്പിളായിട്ട് ജീവിക്കാൻ നോക്കുക. ഒരുപാട് ദേഷ്യപ്പെടുന്ന, ഒരുപാട് ആർത്തിയുള്ള, ഒരുപാട് മോശ സ്വഭാവങ്ങളുള്ള ആളുകളുടെ ഉള്ളിലൊന്നും ഭക്തി ഉണ്ടാവില്ല എന്നുകൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ അടുത്ത ദോഹയിലേക്ക് പോവാണ്. സായി ഇത്നാ ദീജിയേ ജാമേ കുടുംബ സമായി മേ ഭി ഭൂഖാ ന രഹൂ സാധു ന ഭൂഖാ ജായ്. എന്താ പറയുന്നത്? സായി ഇത്നാ ദീജിയേ ജാമേ കുടുംബ സമായി. ദൈവമേ, എൻ്റെ കുടുംബത്തെ പോറ്റാനുള്ളത് മാത്രം നീ എനിക്ക് നൽകിയാൽ മതി. എനിക്കും സ്വഭാവിക്കും വിശക്കാതിരിക്കാൻ മാത്രമുള്ളത് നീ എനിക്ക് നൽകിയാൽ മതി. എന്താ പറയുന്നത്? സായി ഇത്നാ ദീജിയേ, എനിക്ക് ഒരുപാട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇപ്പോൾ സുഖമായിട്ട് ജീവിച്ചു പോകാനുള്ളത് നീ നൽകിയാൽ മതി. എനിക്ക് അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ നിൽക്കുന്ന, ഒരു പ്രശ്നവും ഇല്ലാത്ത അല്ലേ, നല്ല സുഖത്തിൽ പോകുന്ന ആളുകൾക്കൊക്കെ
ഒരു മോശം സ്വഭാവവും ഒന്നുമില്ലാത്ത സാധുവായിട്ടുള്ള ആളുകൾക്കൊക്കെ ഞാനും എന്ത് ചെയ്യും, അവർക്കും അവർ വിശന്നിരിക്കാതിരിക്കാനുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്യും എന്നാണ് പറയുന്നത്. നോക്കിക്കോളൂ, കബീർദാസ് ഈശ്വർ സെ പ്രാർത്ഥന करते हैं कि हे ईश्वर आप हमें इतना धन दीजिए कि जिससे अपने कुटुंब को हम संरक्षण कर सके. आप हमें इतना धन दीजिए, എനിക്ക് എത്രയാണ് നിങ്ങൾ ധനം തരേണ്ടത്, कि जिससे अपने कुटुंब को हम संरक्षण कर सके, എനിക്ക് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനാവുന്ന രീതിയിലുള്ള धनम നൽകുക. कबीरदास ये प्रार्थना भी करते हैं कि भगवान आपका आशीर्वाद हो कि साधु लोग भी भूखा न रह जाए. നിങ്ങളുടെ ആശീർവാദം ഉണ്ടെങ്കിൽ, ദൈവമേ നിങ്ങളുടെ ആശീർവാദം ഉണ്ടെങ്കിൽ സാധാരണ ആളുകൾ കൂടെ ഒരിക്കലും വിശക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാവട്ടെ. भूखा न रह जाए, दूसरों की कष्टताओं पर ध्यान रखने के बारे में धनार्जन के पीछे दौड़ने वालों की आलोचना में कवि यहाँ बताते हैं. എന്താണ്, പണം സമ്പാദിക്കാനായിട്ടുള്ള ഓട്ടത്തിൽ അല്ലെ, പണത്തിന് പുറകെ ഓടുന്ന ആളുകളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ദോഹ വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. നമ്മൾ ബാക്കിയുള്ള ആളുകളുടെ കഷ്ടതാവും പർ ധ്യാൻ രഖ്നെ കെ ബാരെ മേ അല്ലേ, നമ്മൾ ബാക്കിയുള്ള ആളുകളുടെ കഷ്ടതകൾ നമ്മൾ നോക്കണം അല്ലേ, അവരെ അതിന് നോക്കുക, അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ആരുടെ കർത്തവ്യമാണ്? നമ്മുടെ കർത്തവ്യമാണ്. ഓക്കെ, കവി യഹാ പെർ കർത്തേ ഹെ, കവി എന്താ ചെയ്തിട്ടുള്ളത്? കവി പറയുന്നത് നമ്മൾ സ്വർണത്തിൻ്റെയും അല്ലെങ്കിൽ സ്വത്തിൻ്റെയും പൈസ സമ്പാദിക്കണം എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ഓടുകയാണ്. പക്ഷേ ആ ഓടുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അല്ലേ. അപ്പം നമ്മളോട് പറയുകയാണ്, ദൂസരെ വ്യക്തിയൊക്കെ നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കബീർദാസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ കബീർദാസിൻ്റെ കുറച്ച് ദോഹകൾ ഉണ്ടായിരുന്നു അല്ലേ, ആ ദോഹകളുടെ ഒക്കെ എക്സ്പ്ലനേഷൻ നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെ ആയിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുക. നോക്കിക്കോളൂ, ദോഹ പടേ ഒരു ഭാവാർത്ഥ ലിഖേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഈ ദോഹ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിലേക്ക് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം ആദ്യം ഈ ദോഹ എടുത്ത് എഴുതുക. അതിനുശേഷം ഭാവാർത്ഥം എന്ന് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കബീറിനെ കുറിച്ച് ഒരു സെൻറ്റൻസ്, കുറച്ച് 1-2 സെൻറ്റൻസ്, അതായത് ഒരു ചെറിയ പാരഗ്രാഫ് കൊടുക്കുക. അതിനുശേഷം ആ ദോഹയുടെ എക്സ്പ്ലനേഷൻ ഭാവാർത്ഥ കൊടുക്കുക. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ള കാര്യം കൂടെ കൊടുക്കുക. അത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഭാവാർത്ഥ കംപ്ലീറ്റ് ആണ്, അതിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ കബീർദാസിൻ്റെ ഏത് ദോഹ ചോദിച്ചു കഴിഞ്ഞാലും വളരെ ക്ലിയർ ആയിട്ട് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി നന്നായിട്ട് തന്നെ എഴുതുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് എക്സാം എഴുതുക, ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.